ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ ഇന്ന് കുറുക്ക് കളൻ അഥവാ കാളൻ ഉണ്ടാക്കാം. അതിനായി നമ്മളൊരു പച്ചക്കായ എടുത്ത് അതിൻ്റെ തോല് കളയണം. ആദ്യം മുകളിൽ തൊട്ട് താഴെ വരെ ഒന്ന് വരച്ചെടുത്ത ശേഷം അടർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ തോലെല്ലാം നമുക്ക് മാറ്റി എടുത്തു വയ്ക്കാം. ഇതുപയോഗിച്ച് നമുക്ക് തോരനോ മെഴുക്ക് പുരട്ടിയോ ഉണ്ടാക്കാവുന്നതാണ്. ഈ പച്ചക്കായനെ 4ആയി മുറിച്ച ശേഷം സ്ലാൻഡിംഗ് ആയി മീഡിയം പീസസായി മുറിച്ചെടുക്കണം. ഈ 4 പീസും ഇതുപോലെ മുറിച്ചെടുക്കണം. അതേ അളവിൽ തന്നെയാണ് നമുക്ക് ചേനയും എടുക്കേണ്ടത്. പെട്ടെന്ന് വേവുന്ന ചേന വേണം എടുക്കാൻ. കായയും ചേനയും ഒന്നിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പിട്ടിളക്കി വയ്ക്കാം. കായ കഷ്ണങ്ങളുടെ കളർ മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചേന മുറിച്ച് വെള്ളത്തിലേക്ക് ഇടണം. കൈ ചൊറിയാതെ നോക്കണം. ചേനയുടെ കഷ്ണങ്ങളും കായയുടെ കഷ്ണങ്ങളും ഏകദേശം ഒപ്പമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇത് രണ്ടും ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവാൻ വെക്കുക. 1 കപ്പ് തേങ്ങയും 3 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് കായ വെന്താൽ നോക്കാം. ഇതാ ചേനയും വെന്തിട്ടുണ്ട്, കായയും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് ഉടച്ചൊഴിക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പ് ഇടണം. എന്നിട്ട് തുടരെ ഇളക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തിള വന്നിട്ടുണ്ട്. തിളച്ച ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലോട്ട് ചേർക്കാം. അരപ്പ് ചേർത്ത ശേഷവും തുടരെ ഇളക്കണം. നല്ലപോലെ മിക്സായി നല്ലപോലെ തിളച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതിട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ കുറച്ച് എണ്ണ, അതിലേക്ക് കടുക്, 6-7 മണി ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൊരിച്ച ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ കുറുക്ക് കളൻ റെഡിയായി. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു ഡിയർ.